ഭൂലോകത്തിന്റെ വിജയരാജ്ഞി അധ്യായം 2. യേശുനാമം ഉരുവിട്ട് പിശാചിനെ തോൽപ്പിക്കുക. എന്റെ കുഞ്ഞെ, നീ വലിയ ദുഃഖത്തിലകപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ, നീ എന്തിനെക്കുറിച്ചെങ്കിലും ആശയക്കുഴപ്പത്തിലാണെങ്കിൽ, വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ചു തളർന്ന് ശക്തിയറ്റ അവസ്ഥയിലാണെങ്കിൽ, ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഈശോയോട് ഇങ്ങനെ പറയുക: യേശുവേ, യേശുവേ. അപ്പോൾ എന്റെ നാമം ശ്രവിക്കുമ്പോൾ മാലാഖമാരും വിശുദ്ധരും എന്റെ വിമല മാതാവും എല്ലാവരും എന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിക്കും. നരകം അടയ്ക്കപ്പെടും. കാരണം നരകവും ദൈവത്തിന്റെ ശക്തിക്ക് കീഴിലാണ്. അതിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. എന്റെ നാമത്തിനു മുമ്പിൽ അതും കുമ്പിടും. സ്വർഗവും ഭൂമിയും എന്റെ നാമത്തിനു മുമ്പിൽ കുമ്പിടും എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലുണ്ട്. അതിന്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കണം. എന്റെ നാമം ഉരുവിടുന്നത് ഒരു ശക്തമായ പ്രാർത്ഥനയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? പ്രാർത്ഥനയ്ക്കായി ക്ലിപ്തപ്പെടുത്തിയ സമയത്തിനുള്ളിൽ കൂടുതലായൊന്നും സാധിച്ചില്ലെങ്കിൽ എന്റെ നാമം ഉരുവിട്ടാൽ മതിയാകും. ഓരോ പ്രാവശ്യവും ശ്വാസമെടുക്കുമ്പോൾ സ്നേഹത്തോടും ശരണത്തോടും കൂടെ അത് ചെയ്യണം. അപ്പോൾ നീ നന്നായി പ്രാർത്ഥിച്ചിരിക്കും. അതിലൂടെ എല്ലാം നേടുവാനും കഴിയും. ഈ കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവരെ നിർബന്ധിച്ച് മനസ്സ് തിരിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. ആരെങ്കിലും, ഉദാഹരണമായി അപ്പനോ അമ്മയോ മക്കളോ എത്തിച്ചേരാൻ പറ്റാത്തിടത്താണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സ്വർഗീയമായ ശക്തി പ്രസരണം അവരെ വലയം ചെയ്യും. അതെല്ലാം സംഭവിക്കുക കന്യാമാതാവ് വഴിയാണ്. ഈശോയുടെ സന്നിധിയിൽ നാം പ്രീതിപാത്രങ്ങളാകണമെങ്കിൽ അവിടുത്തെ മാതാവിനെ കൂടാതെ അവിടുത്തെ സമീപിക്കാൻ സാധ്യമല്ല. അഹങ്കാരിക്ക് അത് സാധ്യമല്ല. അഹങ്കാരി നിത്യനാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ലൂസിഫറിനും സ്വയം താഴാൻ പറ്റിയില്ല. നമ്മുടെ കന്യാമാതാവ് അവിടുത്തെ എല്ലാ മക്കളെയും സ്വകരങ്ങളിൽ വഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവരെ ഓമനിക്കുകയും സ്വന്തം പുണ്യയോഗ്യതകൾ എല്ലാം അവർക്ക് പ്രദാനം ചെയ്യുകയും അവരുടെ വീഴ്ചകളെ ഈശോ പരിഗണിക്കാതിരിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ യേശുവിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ അവിടുത്തെ അമ്മയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സ്വയം പൂർണ്ണമായി പരിശുദ്ധ അമ്മയ്ക്ക് നൽകണം. കന്യാമാതാവ് ആ വ്യക്തിയെ സംരക്ഷിക്കുകയും ഈശോയ്ക്ക് നൽകുകയും ചെയ്യും. മറിയം യേശുവിന് മങ്ങലേൽപ്പിക്കുന്നില്ല. പ്രൊട്ടസ്റ്റന്റുകാരും മറ്റു പുരോഗമനവാദികളും വിശ്വസിക്കുന്ന ഒരു മിഥ്യയാണിത്. എനിക്ക് നമ്മുടെ സ്വർഗീയ മാതാവിനോടായിരുന്നു ഭക്തി. എന്നാൽ എന്നെ അത്ഭുത പരതന്ത്രയാക്കി ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ചോദിക്കാനായിരുന്നു: ഞാൻ അങ്ങയെ സ്നേഹിച്ചാൽ അത് അങ്ങയുടെ മാതാവിനെ വ്രണപ്പെടുത്തുകയില്ലേ? ഈശോ പുഞ്ചിരിച്ചു. എന്റെ വിമല മാതാവിന് ആനന്ദം പകരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് എന്നോട് പറയുക. എന്റെ ഈശോയെ, ഇനി മുതൽ അങ്ങയുടെ മാതാവിനെ ആനന്ദിപ്പിക്കാൻ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും പറയും. ദുഷ്ടരെ കുറിച്ചുള്ള ഈശോയുടെ നിലപാട്. ഈ അടുത്തിടയ്ക്ക് ഞാൻ TV കാണുകയായിരുന്നു. രക്ഷപ്പെട്ട് പലായനം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ പിറകെ ഒരാൾ പട്ടിയെ വിടുന്നതായും അത് അവരെ വലിച്ചു കീറുന്നതായും ഞാൻ സ്ക്രീനിൽ കണ്ടു. അത് കണ്ട് ഞാൻ നടുങ്ങിപ്പോയി. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഇത്രയും ദണ്ഡിക്കാൻ വാസ്തവത്തിൽ കഴിയുമായിരുന്നോ? അപരന്റെ നേരെ പട്ടിയെ കോപാക്രാന്തനാക്കിയവനെ തന്നെ ആ പട്ടി കടിച്ചു കീറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പോൾ ഞാൻ ഈശോയുടെ വ്യസനം നിറഞ്ഞ ശബ്ദം കേട്ടു: അപരനാൽ പീഡിപ്പിക്കപ്പെട്ട് മരിക്കുമ്പോൾ ആ വ്യക്തി എന്നിൽ നിന്ന് സവിശേഷമായ കൃപകൾക്ക് പാത്രീഭവിക്കുന്നു. നിത്യത മുഴുവനിലും വർണ്ണനാതീതമായ സന്തോഷം എന്നിൽ നിന്ന് കൈവരിക്കുകയും ചെയ്യും. എന്നാൽ ആ തിന്മ പ്രവൃത്തി ചെയ്ത മനുഷ്യന് എന്ത് സംഭവിക്കും? ആ വ്യക്തിയും എന്റെ മകനാണ്. അവനു വേണ്ടി കൂടിയാണ് ഞാൻ മരിച്ചത്. എന്നാൽ നീ അവനെതിരെ തിരിയുകയാണോ? ഞാൻ എത്രയോ അധികം സ്നേഹിക്കുന്ന അവനെ നീ പ്രഹരിക്കുമ്പോൾ
എനിക്കുണ്ടാകുന്ന വേദനയേക്കാളും കുറവാണ് അവൻ തിന്മ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ആ പ്രഹരം കൊണ്ട് എന്നെയാണ് നീ അടിക്കുന്നത്. എന്നെ ദ്രോഹിക്കരുതെന്ന് ഞാൻ യാചിക്കുകയാണ്. അവനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവന് പശ്ചാത്തപിക്കാൻ സാധിക്കുന്നതിന്, നിത്യശിക്ഷയിൽ വീഴാതിരിക്കുന്നതിന്, മരിച്ച് എനിക്കുള്ളവരിൽ ഒരാളാകുന്നതിന്. എന്നിട്ട് പാപികളെ എത്ര ഉത്കടമായാണ് ഈശോ സ്നേഹിക്കുന്നതെന്ന് അവിടുന്ന് കാണിച്ചു തന്നു. അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നത് അവർ കാരണമാണ്. അപ്രകാരം അവിടുത്തെ ദ്രോഹിക്കുന്ന നമ്മുടെ പാപങ്ങളെ അവിടുന്ന് മൂടി വെക്കുന്നു. അവരെ വീണ്ടും കുറ്റപ്പെടുത്താൻ ഞാൻ ധൈര്യപ്പെടുകയില്ല. കാരണം ഈശോയെ വേദനിപ്പിക്കുന്ന കാര്യം ഞാൻ വെറുക്കുന്നു. അവസാന വിധി സമയത്ത് നമ്മുടെ പശ്ചാത്തപിച്ച പാപങ്ങൾ എല്ലാവരും കാണുമ്പോൾ ഈശോയുടെ സ്നേഹം നിമിത്തം വജ്രാഭരണങ്ങളായി അവ മിന്നി വിളങ്ങും എന്ന് ഞാൻ മനസ്സിലാക്കി. ഈശോയെ പ്രഹരിക്കുന്നവർ. അവിടുത്തെ സംപ്രീതനാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് ഞാൻ ആരാഞ്ഞു. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു: നീ ഇരിക്കുകയോ കിടക്കുകയോ എന്തു ചെയ്താലും സാരമില്ല. നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. കായികാഭ്യാസവും ആകാം. നീ എപ്പോഴും എന്റെ ചാരെ ഉണ്ടായിരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യണമെന്നതിലാണ് കാര്യം. നീ എന്നിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് ചുവടുവെച്ചിറങ്ങരുത്. നിന്റെ ചിന്തകൾ ഉൾപ്പെടെ എല്ലാം എന്നോട് പറയണം. എന്നോടുള്ള നിന്റെ സംഭാഷണം നിർത്തരുത്. നീ സൂക്ഷിക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ്: എന്നെ പ്രഹരിക്കരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തന്നുകൊള്ളാം. നിന്റെ കുടുംബത്തിന്റെ ഭൗതികവും ആത്മീയവുമായ ക്ഷേമം പോലും. നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഒന്നിനു വേണ്ടിയും നിനക്ക് എന്നോട് ചോദിക്കേണ്ടതായി വരില്ല. നിനക്ക് ഒരു കർത്തവ്യം മാത്രമേ ഉള്ളൂ: എന്നെ സ്നേഹിക്കുക. ആത്യന്തികമായി ഇത് നീ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ അമൂല്യയായ എളിയ കുഞ്ഞെ, മറ്റെല്ലാം നിനക്ക് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കും. കുമ്പസാര വേളയിൽ ലോകം മുഴുവനും രക്തമൊഴുകുന്നു. കൂടെ കൂടെ കുമ്പസാരിക്കുക. ഒരു വ്യക്തി കുമ്പസാരിക്കുന്ന വേളയിൽ ഈശോ അവിടുത്തെ മുറിവുകൾ തുറക്കുകയും അവിടുത്തെ വിലയേറിയ രക്തം മുറിവുകളിൽ നിന്ന് തുള്ളി തുള്ളിയായി ഒഴുകുകയും ചെയ്യുമെന്ന് ഞാൻ കണ്ടു. പുരോഹിതൻ പാപമോചനം കൊടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഈശോ എന്നോട് പറഞ്ഞു: എന്റെ കുഞ്ഞെ, കുമ്പസാരത്തിന് പോവുക. മനുഷ്യവർഗം മുഴുവനും വേണ്ടി അപ്പോൾ വീണ്ടും രക്തം ചൊരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും അവിടെ ആയിരിക്കുമ്പോൾ പറയണം. ഞാൻ ആവശ്യപ്പെടുന്നത് നിന്റെ അനുതാപമാണ്. ആത്മാക്കളെ നേടാത്ത പുരോഹിതർ. ഒരിക്കൽ യേശുവിനെ ഒരു യാചകന്റെ വസ്ത്രത്തിൽ കണ്ട് ഞാൻ സ്തംഭിച്ചുപോയി. ഞാൻ അനുകമ്പയോട് ചോദിച്ചു: എന്റെ പ്രിയ ഈശോയെ, അങ്ങ് എവിടെ പോയതാ? ഞാൻ എന്റെ പുരോഹിതരെ സന്ദർശിച്ചു. അവരിൽ നിന്ന് അങ്ങേക്ക് എന്തായിരുന്നു വേണ്ടത്? ഞാൻ അവരോട് ആത്മാക്കളെ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആരെയെങ്കിലും അങ്ങേക്ക് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. എന്റെ പ്രിയ ഈശോയെ, എന്തുകൊണ്ടാണ് അവർ ആത്മാക്കളെ അങ്ങേക്ക് തരാതിരുന്നത്? കാരണം ആത്മാക്കളെ നേടുന്നതിനേക്കാൾ ഉപരിയായി സ്വന്തം കാര്യങ്ങളിൽ അവർ മുഴുകിയിരിക്കുകയാണ്. പുരോഹിതർ അവിശ്രാന്തം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം. അവർ സ്വയം പരിത്യജിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും ഉപേക്ഷിക്കണം. എന്നാൽ അവർ അത് ചെയ്യുന്നില്ല. കുരിശിൽ നിന്ന് പിതാവേ, അവരിൽ ആരും നശിച്ചു പോകാതിരിക്കുന്നതിന് അവരുടെ ആത്മാക്കളെ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും അവരെ ഇപ്പോൾ ശൂന്യാവസ്ഥയിൽ വിട്ടുപോന്നിരിക്കുകയാണ്. ആ അവസ്ഥയിൽ എന്നുമെന്നും അവർ തുടർന്ന് അവസാന വിധിക്കായി എത്താതിരിക്കുന്നതിന് എന്റെ മകളെ, എന്റെ പുരോഹിതർക്ക് വേണ്ടി രാപ്പകൽ നീ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി എല്ലാ ത്യാഗപ്രവൃത്തികളും ചെയ്യണം. സ്വയം പ്രദർശന വസ്തുവാകരുത്. ഞാൻ മിക്കപ്പോഴും ഈശോയുടെയും മറിയത്തിന്റെയും ഒരുമിച്ചുള്ള സാന്നിധ്യം ആസ്വദിച്ചിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ ഒരു പ്രദർശന വസ്തു ആയി തീരരുതെന്ന് ഞാൻ അവരോട് പ്രാർത്ഥിച്ചു. ഈ ഭൂമിയിൽ അജ്ഞാതയായിരിക്കുവാനും
തീർത്തും ശൂന്യവൽക്കരിക്കപ്പെട്ടിരിക്കുവാനും ഞാൻ ആഗ്രഹിച്ചു. ഒരേയൊരു അഭിലാഷം, ഒരേയൊരു ആനന്ദം ഇതായിരുന്നു: അങ്ങും ഞാനും എന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങയുടേതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതം എനിക്ക് അങ്ങ് നൽകുകയാണെങ്കിൽ, ഓ കർത്താവേ, അങ്ങ് തരുന്ന ഔന്നത്യത്തിൽ എനിക്ക് അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റുകയില്ല. ഞാൻ അങ്ങയെക്കാളും കൂടിയവളാണെന്ന് എനിക്ക് തോന്നും. എന്റെ കർത്താവേ, എന്റെ ജീവിതം അങ്ങ് നയിച്ച ജീവിതത്തെക്കാളും ഒരു വിധത്തിലും മെച്ചപ്പെട്ടതാകാൻ അനുവദിക്കരുതേ. ഞാൻ നിന്നെ വിശുദ്ധയാക്കും. പിശാചിന്റെ കൗശലത്തിലൂടെ ഞാൻ നിത്യനാശത്തിലാണെന്ന് ചിന്തിച്ച് വളരെ സഹിച്ചു. നീണ്ട സഹനങ്ങൾക്കും പരീക്ഷകൾക്കും ശേഷം ഈശോ എന്നോട് സംസാരിച്ചു. നിന്റെ ഒരേയൊരു അല്ലൽ എന്നെ സ്നേഹിക്കുന്നതിനു വേണ്ടിയായിരിക്കണം. നിന്റെ പാപങ്ങളെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ടത് പോലുമില്ല. ഒരു വിശുദ്ധയാകാനുള്ള പരിശ്രമത്തിലായിരിക്കേണ്ടതില്ല. എനിക്ക് എല്ലാം വിട്ടു തന്നാൽ മതി. ഞാൻ നിന്നെ ഒരു വിശുദ്ധയാക്കും. എന്നെ സ്നേഹിക്കുന്നതിൽ മാത്രം നീ വ്യാപൃതയായിരിക്കുക. ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു എന്ന് നീ സത്യമായും വിശ്വസിക്കണം. ഈ വിധത്തിൽ കൂടുതൽ കൃപകൾ നിനക്ക് ആർജിക്കാനാവും. നിന്റെ ആത്മാവ് എല്ലാ നേരവും ആനന്ദം കൊണ്ട് നിറയുകയും ചെയ്യും.